ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് ചാലകൻ, ഡയറക്ടർ ബ്ലസ് അക്കാഡമി ആൻഡ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ. ഇന്ന് ഞാനും നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം യു എയിലേക്ക് പോകുന്നവർ, അതായത് നഴ്സുമാർ യു എയിൽ ചെന്ന് ജോബ് സെർച്ച് ചെയ്ത് ആ എംപ്ലോയ്മെൻറ്റ് ജോബിൽ നഴ്സിംഗ് ജോബിലേക്ക് കയറാൻ ഉദ്ദേശിച്ച് നാട്ടിൽ നിന്ന് പോകുന്നവരെ കുറിച്ച് അവർക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം നമുക്ക് നേരത്തെ അറിവില്ലാത്തൊരു കാര്യമാണ് PCC, അതായത് യു എയിലേക്ക് പോകുന്ന നഴ്സുമാർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം. അതായത് ഒരു 2-3 മാസം മുമ്പ് വരെ CID അപ്രൂവൽ ഫോം എന്ന് പറഞ്ഞൊരു അപ്രൂവൽ ഫോമാണ്, CID ചെക്കിംഗ് ഒരു ഫോമായിരുന്നു. അത് നമ്മുടെ ഡീറ്റെയിൽസ് അവർ അബുദാബിയിലുള്ള മിനിസ്ട്രിയിലെ ഓഫീസേഴ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് CID അപ്രൂവൽ ഫോം നമുക്ക് തരുമായിരുന്നു. ഓക്കെ, ഏകദേശം ഒരു 15 ഡേയ്സ് കാലതാമസം അതിനുണ്ടായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഷാർജയിലോ അത് നോർത്തേൺ എമിറേറ്റ്സിലോ എവിടെയെങ്കിലും നമുക്ക് വിസയ്ക്ക് അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ പർപ്പസിന് വേണ്ടി നമുക്ക് നമ്മുടെ ഫയല് കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിലവിൽ നിൽക്കെ പിന്നെ വന്ന ഒരു മാറ്റമാണ്. അതായത് നമ്മൾ ഷാർജയിലായിരിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ദുബൈയിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടുന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു PCC മേടിക്കണം. ഒരു 150 dirhams ആയിരുന്നു അതിൻ്റെ ചാർജ്. അപ്പോൾ അത് കൊടുത്താൽ ചിലപ്പം 1 ഡേയ്ക്കുള്ളിൽ ഉടനെ തന്നെ കിട്ടുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെ പുതിയൊരു അപ്ഡേറ്റാണ്. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നവർ നാട്ടിലെ PCCയും കൂടെ വേണമെന്നുള്ളത്. അപ്പം എല്ലാ നഴ്സുമാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. നാട്ടിൽ നഴ്സിൻ്റെ ജോലിക്ക്, അതായത് MOHO, DHA അതൊക്കെ എക്സാം പാസ്സായിട്ട് SHA പോലുള്ള എക്സാം പാസ്സായിട്ട് ഷാർജയിലേക്ക് ദുബായിലൊക്കെ പോകുന്നവർ എംപ്ലോയ്മെൻറ്റ് വിസ അടിക്കുമ്പോഴത്തേനും ഇതിൻ്റെ ആവശ്യം മസ്റ്റാണ്. ഇപ്പം നാട്ടിൽ നിന്ന് പോകുന്നവർ നമ്മുടെ അക്ഷയ സെൻറ്ററോ അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സെൻറ്റർ വഴി നമ്മൾ ഇത് ആപ്ലിക്കേഷൻ അത് നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൽ അത് പോലീസ് സ്റ്റേഷനിലോ കൊടുത്താൽ നമുക്ക് വെരിഫിക്കേഷൻ ഉണ്ടാവും. അത് മിക്കവാറും പാസ്പോർട്ട് ഓഫീസിൽ നിന്നുള്ള വെരിഫിക്കേഷൻ കാണും. 2 തരത്തിലുള്ള വെരിഫിക്കേഷൻ ഉണ്ടാവും. മിക്കവാറും പാസ്പോർട്ട് ഓഫീസിൽ നമ്മൾ നേരിട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ഏകദേശം അതിനോട് പേയ്മെൻ്റ് ഉണ്ട്, അതടച്ച് 1 വീക്കിനുള്ളിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഷാർജയിലേക്കോ യു എയിലേക്ക് പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് അറേഞ്ച് ആക്കി പോകണം. ഇതല്ല ഇപ്പം യു എയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എംബസിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ IAS ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയോ എവിടെയെങ്കിലും ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. എന്തായാലും അതിന് പേയ്മെൻറ്റ് വേറെ കൂടുതൽ വരുമായിരിക്കും. അത് നിങ്ങൾ എന്തായാലും നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടും ഇത് സമയമെടുത്ത് നിങ്ങൾ പോകുന്ന ആ സമയത്തിനുള്ളിൽ ചെയ്തു കൊണ്ടുപോകണമെന്നുള്ളത് ഒരു വിവരം നിങ്ങൾക്ക് പാസ് ചെയ്യാണ്. നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോസ് അതുപോലെ പുതിയ അപ്ഡേറ്റുകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.